വെൽക്കം ടു മൂവി ബ്രാൻഡ്. മലയാള സിനിമാ രംഗത്ത് നടക്കുന്ന വിഷയങ്ങളെക്കുറിച്ച് തുറന്ന് സംസാരിക്കുന്ന സംവിധായകനാണ് ശാന്തിവിള ദിനേശ്. പലപ്പോഴും താരങ്ങൾക്കും ഫിലിം മേക്കേഴ്സിനുമെതിരെ രൂക്ഷ ഭാഷയിൽ ഇദ്ദേഹം സംസാരിച്ചിട്ടുണ്ട്. തന്റെ യൂട്യൂബ് ചാനലിൽ ഇദ്ദേഹം നടത്തിയ ചില പരാമർശങ്ങൾ വിവാദമായിട്ടുമുണ്ട്. ഇപ്പോഴത്തെ അടുത്തിടെ അദ്ദേഹം മോഹൻലാലിനെയും മമ്മൂട്ടിയെയും വിമർശിച്ച് പറഞ്ഞ ചില കാര്യങ്ങളാണ് ശ്രദ്ധ നേടുന്നത്. പണ്ട് ഞാനൊരു മോഹൻലാൽ ഫാനായിരുന്നു. അദ്ദേഹത്തിന്റെ എല്ലാ സിനിമകളും കണ്ടിരുന്നു. പക്ഷേ അതിൽ ലാലിന്റെ ഒരു 25 സിനിമകളോളം കണ്ടിട്ടില്ല. അയ്യോ, സഹിക്കാൻ പറ്റില്ല. അതുപോലെ അദ്ദേഹത്തിന്റെ പെരിച്ചാഴി, ഊച്ചാളി എന്നൊക്കെ പറഞ്ഞ കുറെ കൂതറ സിനിമകൾ. നമ്മളുടെ പൈസയും കൊടുത്ത് ചീത്തയും വിളിച്ച് തിയേറ്ററിൽ നിന്ന് ഇറങ്ങിപ്പോകുന്നത് എന്തിനാണെന്നാണ് ശാന്തിവിള ദിനേശ് ചോദിക്കുന്നത്. റബ്ബറിന്റെ കറ വറ്റുമ്പോൾ അവസാനം ഒരു വെട്ടും. എന്നിട്ട് അത് അവസാനം വരെ അതിന്റെ കറ ഊറ്റിയെടുക്കും. അതുപോലെയാണ് ഇപ്പോൾ മോഹൻലാലിനെയും മമ്മൂട്ടിയെയും ഊറ്റിയെടുക്കുന്നത്. എന്റെ അഭിപ്രായത്തിൽ സിനിമാ രംഗത്ത് ഇവരുടെയൊക്കെ കാലം കഴിഞ്ഞു. 10-40 വർഷമായില്ലേ? അതുകൊണ്ട് ഇനി അവരുടെ സിനിമ കാണില്ലെന്ന് തീരുമാനിച്ചാൽ പ്രശ്നം തീർന്നില്ലേ? OTT-യിൽ പോലും കാണില്ല. അവർക്ക് നായകവേഷം തന്നെ ചെയ്യണമെങ്കിൽ ചെയ്യട്ടെ. പക്ഷേ എന്ന് കരുതി 18 വയസ്സുള്ള കല്യാണം കഴിക്കാത്ത കഥാപാത്രമേ ചെയ്യൂ എന്ന വാശി പിടിക്കേണ്ട കാര്യമുണ്ടോ? എത്ര വില കൂടിയ വിഗ് വെച്ചാലും മോഹൻലാൽ വിഗ് വെച്ചിരിക്കുകയാണെന്ന് എല്ലാവർക്കും അറിയാം. മമ്മൂട്ടി തലയിൽ പാച്ച് വെച്ചിരിക്കുകയാണെന്നും കണ്ണിൽ ലെൻസ് വെച്ചിരിക്കുകയാണെന്നും ആളുകൾക്ക് എല്ലാം അറിയാം. അതുമാത്രമോ, ഈ മമ്മൂട്ടിയോ ആ മനുഷ്യന്റെ കഴുത്തിലെ ചുളിവ് മാറ്റാൻ 6 ലക്ഷം രൂപയോളം വില വരുന്ന ഗ്രാഫിക്സ് ഉപയോഗിക്കുന്നുണ്ടെന്നും സിനിമാക്കാർക്കെങ്കിലും അറിയാം. 73 വയസ്സായ മമ്മൂട്ടി എങ്ങനെയാണെന്ന് ആർക്കാണ് അറിയാത്തത്? ഇവർക്ക് രണ്ടുപേർക്കുമാണ് ഇതൊന്നും അറിയാത്തത്. എന്റെ അഭിപ്രായത്തിൽ ഇവർ മാതൃകയാക്കേണ്ടത് നടൻ രജനീകാന്തിനെയാണ്. ആ മനുഷ്യൻ നടക്കുന്നത് പോലെ നടക്കാൻ ഇവർക്കൊന്നും ഈ ജന്മം കഴിയില്ല. ആ ചങ്കൂറ്റം ഇവർക്കില്ലാത്തിടത്തോളം കാലം ഇവരിങ്ങനെ ക്രോണിക് ബാച്ചിലറായ വേഷങ്ങൾ ചെയ്തു നടക്കും. മമ്മൂട്ടി 25 വയസ്സായ ഒരു പെണ്ണിന്റെ കാമുക വേഷം ചെയ്താൽ ആളുകൾക്ക് അറിയാം. എനിക്ക് പറയാനുള്ളത്, മോഹൻലാൽ മലയാള സിനിമയോട് ദ്രോഹം മാത്രമാണ് ചെയ്യുന്നത്. കാരണം അയാൾ വിചാരിച്ചിരുന്നു എങ്കിൽ എത്ര നല്ല സിനിമകൾ മലയാളത്തിൽ ഉണ്ടാകുമായിരുന്നു എന്നും ശാന്തിവിള ദിനേശ് പറയുന്നു. അതേസമയം സംവിധായകനായിരുന്ന കാലത്ത് അടുത്തിടെ അന്തരിച്ച സംവിധായകനും തിരക്കഥാകൃത്തുമായ ഹരികുമാറിൽ നിന്നും തനിക്കുണ്ടായ മോശം അനുഭവങ്ങളെക്കുറിച്ച് ശാന്തിവിള ദിനേശ് പറഞ്ഞതും വൈറലായിരുന്നു. എന്റെ ഗുരുനാഥനെന്ന് ബഹുമാനത്തോടെ പറയേണ്ട സംവിധായകൻ ഹരികുമാർ എന്ന മഹാനടക്കം ക്രൂരമായാണ് എന്നോട് പെരുമാറിയത്. സുഹൃതത്തിന്റെ ലൊക്കേഷനിൽ മര്യാദയ്ക്ക് നിൽക്കുന്ന എന്നോട് എന്താണ് വെറുതെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. നിലം തുടയ്ക്കുന്നത് കണ്ടില്ലേ? ദിനേശിനും കൂടെ തുടച്ചുകൂടെ എന്ന് ചോദിച്ച് എന്നെ കൊണ്ട് നിലം തുടപ്പിച്ചു. എന്റെ കീഴിൽ 4-5 അസിസ്റ്റന്റുമാരുണ്ട്. അവർ കൈയും കെട്ടി നിൽക്കെയാണ് എന്നെ കൊണ്ട് തുടപ്പിച്ചത്. പുള്ളിക്ക് നമ്മളെ അംഗീകരിക്കാൻ പറ്റുന്നില്ല. ഞാൻ മുഖം നോക്കി പറയുന്ന ആളാണ്. മലയാള സിനിമയിൽ ഗുരുനാഥനോട് മേലാൽ ഈ ഫോണിൽ വിളിച്ച് പോകരുതെന്ന് പറഞ്ഞ ഒറ്റ ആളേ ഉള്ളൂ. അത് ഞാനാണ്. അത് ഗുരുത്വ ദോഷമാണെങ്കിൽ ആയിക്കോട്ടെ. കണ്ടവന്റെ കഥ മോഷ്ടിച്ച് ആ ഗുരുനാഥൻ സംസ്ഥാന അവാർഡ് വാങ്ങി. സുഹൃതത്തിന്റെ ലൊക്കേഷനിൽ തന്നോട് ചെയ്ത ക്രൂരത എല്ലാവരും കണ്ടിട്ടുണ്ട്. ഷൂട്ടിംഗ് തീരുന്നത് വരെ താൻ പിടിച്ചു നിന്നു. പ്രതിഫലം പോലും വാങ്ങാതെയാണ് താൻ അവസാന ദിവസം പോയത്. ഒരു സിനിമാക്കാരൻ എന്തൊക്കെ ചെയ്തോ അതൊക്കെ ചെയ്യുന്ന മനുഷ്യനാണ് എന്നുമാണ് ശാന്തിവിള ദിനേശ് പറഞ്ഞിരുന്നത്.